സിസ്റ്റർ, മനസ്സുകൊണ്ടും നമുക്ക് സേവനം ചെയ്യാൻ എങ്ങനെ സാധിക്കും? മനസ്സിൻ്റെ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട്. താങ്കൾ പറയൂ, എന്താണ് മനസ്സിൻ്റെ വിശേഷ ശക്തി? സിസ്റ്റർ മുൻപ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. മനസ്സിന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്, പുതിയ സങ്കല്പങ്ങൾ രചിക്കുവാനുള്ള ശക്തി. അതെ, മനസ്സിൻ്റെ ഈ ശക്തി തന്നെയാണ് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത് എന്ന് താങ്കളും കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതെങ്ങനെയാണ് സംഭവിക്കുക? മനുഷ്യ ആത്മാക്കളിലാണ് ഏറ്റവും ഉയർന്ന സങ്കല്പങ്ങൾ രചിക്കാനുള്ള ശക്തിയുള്ളത്. അതിലൂടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാനാകും, അതുപോലെ വിനാശം ചെയ്യുവാനും സാധിക്കും. നമ്മൾ സങ്കല്പങ്ങൾ രചിക്കുമ്പോൾ അത് ഈ ലോകം മുഴുവൻ തരംഗങ്ങളുടെ രൂപത്തിൽ വ്യാപിക്കുകയും സൃഷ്ടിയുടെ നിർമ്മാണവും ചെയ്യുന്നു. മനസ്സുകൊണ്ട് സേവനം ചെയ്യുക എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സങ്കല്പങ്ങൾ രചിക്കുക എന്നർത്ഥം. ഇതുപോലെ, ഞാൻ ആത്മാവാണ്, ബിന്ദു സ്വരൂപമാണ്, ഞാൻ ശാന്തസ്വരൂപമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ 4 ഭാഗവും വ്യാപിക്കുന്നു. എല്ലാ ആത്മാക്കളും ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. എല്ലാ മനുഷ്യാത്മാക്കളും ഭൂമിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. ഈ പ്രകൃതിയും സമ്പൂർണമായി ശീതളവും ശാന്തവുമായി തീരുകയാണ്. ഈ രീതിയിൽ നാം നിസ്വാർത്ഥമായി വിശ്വത്തിൻ്റെ മംഗളത്തിനു വേണ്ടി സങ്കല്പങ്ങൾ രചിക്കുമ്പോൾ അത് തരംഗങ്ങളായി വ്യാപിച്ച് ലോകത്തിലെ നെഗറ്റീവായ തരംഗങ്ങളെ പരിവർത്തനം ചെയ്യുന്നു. ആഹാ, ഇത് വളരെ എളുപ്പമാണ്. തീർച്ചയായും. ഓം ശാന്തി.